ഹലോ മക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് ഈ +1 എക്സാം, അവിടെ ഇംഗ്ലീഷ് എക്സാം ആണ്. കാരണം നമുക്ക് ടൈമൊക്കെ ഭയങ്കര ടൈറ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സാധനം എഴുതാൻ പറ്റണമെന്നില്ല, ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ടൈം മാനേജ്മെന്റ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഞാൻ പ്രൂവൻ ആയിട്ടുള്ള ഒരു ടൈമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ടൈം മാനേജ്മെൻറ്റാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഞാനിത് മുന്നേയും ഒരുപാട് തവണ പരീക്ഷിച്ചിട്ടുണ്ട്. പിള്ളേരുടെ നിന്ന് റിസൾട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവരുടെ റെസ്പോൺസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം മാനേജ്മെൻറ്റാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം കൂടെ ഉണ്ട് മക്കളെ, നിങ്ങളുടെ ശനിയാഴ്ച പരീക്ഷ നിങ്ങൾക്ക് രാവിലെയാണ് എക്സാം. ഇതുവരെയുള്ള എക്സാംസ് എല്ലാം നിങ്ങൾ എഴുതിയത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മ വേണം കേട്ടോ, മറന്നു പോകരുത്. കാര്യം രാവിലെയാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ആ ഒരു കാര്യം കൂടെ നല്ല ഓർമ്മ വേണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ടൈം മാനേജ്മെൻറ്റ് പറയുന്നത് ഓക്കെ നിങ്ങൾ പക്ക ഫോളോ ചെയ്യുക. അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് എക്സാം ആണ്. A+ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഫുൾ മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു, നമ്മൾ പഠിച്ച സാധനം പോയി എഴുതുന്നു. നമ്മൾ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിന് കറക്റ്റ് മാർക്ക്. ഓക്കെ, അപ്പം ആ മാർക്ക് നമുക്ക് കിട്ടും. പക്ഷെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളതിനെ ഈസി ആയിട്ട് എടുത്ത് കാണരുത്. ഓക്കെ, നിങ്ങൾക്കത് പണി കിട്ടും എക്സാം എഴുതുന്ന സമയത്ത്. അതുകൊണ്ട് അത്ര സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ കാണണം. മിനിമം 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണോ, ഒന്ന് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി നോക്കണം, ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ എഴുതാൻ വേണ്ടി നിങ്ങളുടെ മോഡൽ എക്സാം, കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും 2024 ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി നോക്കുക. അതിൽ നിങ്ങൾ നമ്മുടെ ഈ 4 മാർക്ക് 6 മാർക്ക് 8 മാർക്ക്, അപ്പോൾ ഇത്രയും ഈ ഒരു 3 കാറ്റഗറി ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മാക്സിമം നിങ്ങൾ എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 40, 100, 130 മിനിറ്റ്. ഓക്കെ, ഒരു 130 മിനിറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇത്ര സാധനം എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എക്സാം എഴുതുമ്പോഴായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും, അയ്യോ സാറേ സമയമൊന്നുമില്ല. സമയമുണ്ട്, നമ്മുടെ ഒരുപാട് സമയമുണ്ട്. നമുക്ക് പഠിക്കാൻ കുറേ സാധനമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതേപോലെ വർക്കൗട്ട് ചെയ്യാനും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എഫിഷ്യൻ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറേ കാര്യങ്ങളുള്ളത്. അപ്പോൾ ടൈം എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് കിടക്കാം. അപ്പോൾ ടൈം മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് മാർക്ക് എത്ര മാർക്കുണ്ടടാ? 80 മാർക്കുണ്ട്. 2.5 മണിക്കൂറാണ്. ഞാൻ അതിനെ 150 മിനിറ്റ് ആയിട്ട് എന്ത് ചെയ്തു, എടുത്തു. ഞാൻ മിനിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. നമുക്ക് മണിക്കൂറിന് നമുക്ക് എന്ത് ചെയ്യാം, മിനിറ്റ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 8 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 1 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ട്, 8 മാർക്കാണ്. 1 മാർക്കിന് 8 ക്വസ്റ്റ്യൻ 8 മാർക്കാണ്. നിങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. കൂൾ ഓഫ് ടൈമിലൊക്കെ നിങ്ങൾ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ആൻസേഴ്സ് ഒക്കെ അതിൻ്റെ കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് മാക്സിമം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക 5 മിനിറ്റ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയുണ്ടാവും, ഒരു വാക്കിലോ ഒരു സെന്റൻസിലോ ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഒരു വാക്കിലോ ഒരു സെന്റൻസിലോ. 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതണം. 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് എഴുതാൻ നമുക്ക് എത്ര മാർക്ക് കിട്ടും, 6 മാർക്ക് കിട്ടും. 10 മിനിറ്റ് ടൈം. എത്ര മിനിറ്റ് ടൈം? 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് ടൈം. ഓക്കെ, എടാ എല്ലാവരും ഒരു വാച്ച് കെട്ടിക്കൊണ്ട് പോകണം കേട്ടോ. കയ്യിൽ വാച്ച് ഉറപ്പായിട്ടും വേണം. എന്നിട്ട് സ്മാർട്ട് വാച്ച് അങ്ങനെ സാധനമൊന്നും കൊണ്ടുപോകരുത്. ഓക്കെ, നോർമലി ഒരു വാച്ച്, സാധാ ഒരു വാച്ച് എന്ത് ചെയ്യും, നിങ്ങൾ കയ്യിൽ വെച്ചേക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പക്ക ഒരു ടെൻഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെന്താ, നമ്മൾ 4 മാർക്കിൻ്റെ 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 6 മാർക്ക് കിട്ടുന്നു. 10 മിനിറ്റ് എടുക്കുക. 2 സെന്റൻസോ 4 സെന്റൻസിലോ ആൻസർ ചെയ്ത് കഴിഞ്ഞു. 2 സെന്റൻസോ 4 സെന്റൻസോ മാക്സിമം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സെന്റൻസിൽ ആൻസർ ചെയ്തേണ്ടി വരുമോ. മാക്സിമം പോയി ഒരു 4 സെന്റൻസ്, 2 4 സെന്റൻസിൽ ഒതുക്കുക. 4 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമുക്ക് 20 മാർക്ക് കിട്ടും. അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആണ്. എത്ര മിനിറ്റ്സ്? 30 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, എഴുതേണ്ടത് നിങ്ങൾ 1/2 പേജ്. ഓക്കെ, 1/2 പേജ്. ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നത് അര എന്നാണ് കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ അതിൽ, അതുകൊണ്ടാണ് 1/2 പേജ്. ഓക്കെ, നമ്മളൊരു ഒരു പുറം എടുക്കുന്നു. ആ പുറത്തിന്റെ പകുതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3/4 പേജ് എഴുതാം. ഓക്കെ, ആ ഒരു പുറത്തിന്റെ 3/4 ഭാഗം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. മാക്സിമം അത്ര എഴുതിയാൽ മതി. ഒരു 3/4 ഭാഗം എഴുതിയാൽ മതി കേട്ടോ. സമയം നമുക്ക് വിലപ്പെട്ടതാണ്. 6 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 മാർക്കാണ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 1 മണിക്കൂർ നിങ്ങൾക്ക് ഈ 30 മാർക്കിന് വേണ്ടി എന്ത് ചെയ്യാം, എടുക്കാം. 1 മണിക്കൂർ നിങ്ങൾക്ക് എത്ര മാർക്കിന് വേണ്ടി എടുക്കാം, 30 മാർക്കിന് വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു പേജ്, അതായത് ഒരു പുറം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 പുറം, ഒരു പുറം നമ്മൾ കംപ്ലീറ്റ് എഴുതി, അടുത്ത പുറത്തിന്റെ ഒരു 1/4 ഭാഗം കൂടെ. അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ലാസ്റ്റ് 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം മകളെ. 8 × 2 എത്ര മാർക്കുണ്ട്? 16 മാർക്കുണ്ട്. നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സ് ആണ്. ഓക്കെ, 40 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു 16 മാർക്കിന് വേണ്ടിയിട്ട് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. 2 പേജ്
മിനിമം 2 പേജ് എഴുതണം. 2 to 2.5 പേജ് വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സമയം നിങ്ങൾ നോക്കി നിങ്ങളുടെ ഉള്ള സമയത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ 2 to 2.5 പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ 23 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു, 80 മാർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നമുക്ക് 145 മിനിറ്റ് എടുക്കത്തുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് സമയം വീണ്ടും എന്ത് ചെയ്യാതെ കുറേ നമുക്കൊരു 140 മിനിറ്റിലേക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യാൻ പറ്റും. ഞാൻ വെച്ചിരിക്കുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ടൈം എക്സ്ട്രാ നമുക്ക് മിച്ചം വന്നാൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഫൈനലി പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസറൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടോ, എഴുതിയിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ എഴുതാൻ പറ്റും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസേഴ്സൊക്കെ എന്ത് ചെയ്യും, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക മക്കൾ, ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പേപ്പർ പ്രസൻറ്റേഷൻ്റെ ഒരു വീഡിയോ ഇതിനടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾ ഫുള്ളി കോൺഫിഡൻ്റ് ആവും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.